എല്ലാവരും മുശ്രിക്കാക്കി. മുസ്ലിം ലീഗിന്റെ മന്ത്രിയെ മുശ്രിക്കും കാഫിറുമാക്കി. ഹജ്ജിന് പോയ ഹാജിമാരെ ഇയാൾ മുശ്രിക്കാക്കി. പേരൂർ ഉസ്താദിനെ മുശ്രിക്കാക്കി. പക്ഷേ മുജാഹിദ് പ്രസ്ഥാനം പിളരാൻ അടുത്തപ്പോ ഇയാളെ ഒരാൾ മുശ്രിക്കാക്കി. ആര്? മുജാഹിദുകളല്ലേ. കാരണം ഇയാൾ ക്ഷേത്രത്തിൽ പോയി പ്രസംഗിച്ചപ്പോ, ക്ഷേത്രത്തിൽ പോയി ഓലോട് വേലരാൻ പോയതാണ് അത്രേ. അപ്പോ മുജാഹിദുകൾ പറഞ്ഞു ക്ഷേത്രത്തിൽ പോയാൽ തന്നെ മുശ്രിക്കായി എങ്ങായി. അപ്പൊ ഇയാൾ മുശ്രിക്കായി, ഇയാൾ ചൂടായി. അദ്ദേഹം പറഞ്ഞു മുശ്രിക്ക് എന്ന് പറഞ്ഞാൽ കളിക്കാനുള്ളത് നിങ്ങൾക്ക് ഇത് നിസ്സാര കളിയാ, അതൊക്കെ വളരെ ഗൗരവമുള്ളതല്ലേ. സ്വന്തം കിട്ടിയപ്പോൾ അറിഞ്ഞത് ഇത് അല്ലാഹു നിങ്ങൾക്ക് ചെയ്ത ശിക്ഷയാണോ. ഇദ്ദേഹം മുശ്രിക്കാന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല, നിങ്ങളെ കൂട്ടത്തിൽപ്പെട്ട മുജാഹിദികൾ പറഞ്ഞു. മുജാഹിദികൾക്കാണ് കണ്ണൂർ പ്രസംഗം. കണ്ണൂർ പ്രസംഗം മുഴുവൻ മുജാഹിദികളോടാ. അതിൽ പറയുന്നു, തെളിവൊക്കെ പറയുന്നുണ്ട്. ക്ഷേത്രത്തിൽ പോകാനും പ്രസംഗിക്കാനുള്ള തെളിവൊക്കെ അയാൾ പറയുന്നുണ്ട്. കൂട്ടത്തിൽ ഇയാൾ പറഞ്ഞു ക്ഷേത്രത്തിൽ പോയി ഞാൻ മുശ്രിക്കാണെന്ന് പറഞ്ഞു. ഇത് നിസ്സാര കളിയല്ല, മുശ്രിക്കും കാഫിറോടൊന്നും കളിക്കാൻ പാടില്ല. സ്വന്തം ഉപദേശം നല്ലതാ. ബാലുശ്ശേരി കിട്ടുന്നുണ്ട്, ഉപ്പ് തിന്നാൽ വെള്ളം കുടിക്കേണ്ടി വരും. പെങ്ങൾക്കെതിരെ ആളുകൾ എന്നെ മുശ്രിക്കാരോപണം അല്ലേ. അതിനെപ്പറ്റി ഇയാൾ പറഞ്ഞത് കേട്ടോ. ക്ഷേത്രത്തിൽ പ്രസംഗിച്ച ഞാൻ മുശ്രിക്കാന്ന് എന്ത് ലാഘവത്തോടു കൂടിയാണ് പൊന്നെ നീ പറഞ്ഞു കളഞ്ഞത്? എന്ത് ലാഘവത്തോടു കൂടിയാണ് പറഞ്ഞത്? ഞാൻ ആ പ്രദേശത്ത് പോയി അത് പറഞ്ഞ് കുട്ടികളുടെ സദസ്സ് പ്രസംഗിച്ചു. അവനത് മനസ്സിലായി. മുശ്രിക്ക് കളി നിസ്സാര കളിയാ, കാഫിർ കളി നിസ്സാര കളിയാ. പ്രവാചകന്മാർ ഖുൽ യാ അഹ്ലൽ കിതാബി തആലൗ തആലൗ ഇലാ കലിമത്തിൻ സവാഇൻ ബൈനനാ വബൈനകും അല്ലാ നഅബുദ ഇല്ലല്ലാഹ്. സൂറത്ത് ആൽ ഇംറാൻ 64. ക്രിസ്ത്യാനികളെ, ജൂതന്മാരെ, വരി, നിങ്ങളുടെ മതത്തിലുള്ള അതേ ആശയം. നിങ്ങൾ ഏതൊരു അല്ലാഹനെയാണോ ഉൻസില ഇലൈനാ വ ഉൻസില. ഇതേ പ്രസംഗത്തിലാട്ടോ നമ്മൾ അലി ഗാഫിറ എന്ന് പറഞ്ഞു. മൂപ്പർക്ക് ഇങ്ങോട്ട് കിട്ടുമ്പോഴാ ബോധ്യപ്പെട്ട് ഇത് നിസ്സാര കളിയല്ല. അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾ എന്തൊക്കെ മറ്റു സമുദായത്തിലെ ഈ സമുദായത്തിലെ പാവപ്പെട്ടവന്റെ മേലിൽ ആരോപിച്ചിട്ടുണ്ടോ അതൊക്കെ നിങ്ങൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങളെ പണ്ഡിതന്മാരത് നേരത്തെ കണ്ടു. മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ രംഗത്ത് വന്ന 1-ാം തീയതി മുതൽ കണ്ടില്ലേ നിങ്ങൾ. ബഹുമാനപ്പെട്ട അബു സഅദാത്ത്, ബഹുമാനപ്പെട്ട ശാലിയാത്തി, അഹ്മദ് വൈ ശാലിയാത്തിന് അല്ലാഹു ബർഖദ പണ്ഡിതന്മാർ കൊടുത്ത ഫത്വ ഞാൻ പണ്ടേ വായിക്കാറുണ്ട് അല്ലേ. മുജാഹിദ് ബാലുശ്ശേരിയോട് നമുക്ക് പറയാനുള്ളത് തന്നെയാണ്, ഇത് നിസ്സാര കളിയല്ല. ഒരു മുസ്ലിമിനെ ഒരാൾ മുശ്രിക്കെന്ന് വിളിച്ചാൽ വിളിക്കപ്പെട്ട മുസ്ലിം മുശ്രിക്കായിട്ടില്ല എങ്കിൽ വിളിച്ച നീ മുശ്രിക്കായി എന്നല്ലേ പറഞ്ഞത്. ആ ഗൗരവം കണക്കിലെടുത്തുകൊണ്ടാണ് നമ്മുടെ പണ്ഡിതന്മാർ അന്ന് ഈ ഫത്വ കൊടുത്തത്. എന്താ ഈ ഫത്വയിലുള്ളത്? മുജാഹിദുകളോട് എങ്ങനെ പെരുമാറണം, അവരുമായി കൂടി പെരുമാറാതിരിക്കുക, അവരുമായി കണ്ടുമുട്ടിയാൽ അവർക്ക് സലാം ചൊല്ലാതിരിക്കുക, അവർ സലാം ചൊല്ലിയാൽ മടക്കാതിരിക്കുക, അവരുമായി വിവാഹബന്ധം നടത്താതിരിക്കുക, അവരെ പിന്തുടർന്ന് നിസ്കരിക്കാതിരിക്കുക. ഇത്തരം കാര്യങ്ങൾ കേരളത്തിലെ മുജാഹിദുകളോട് മുസ്ലിമീങ്ങൾ പാലിക്കേണ്ട മര്യാദയാണെന്ന് പറഞ്ഞത് കാന്തപുരം ഉസ്താദും വി കെ ഉസ്താദുമല്ല, എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ മഹാനായ ശിഹാബുദ്ദീൻ അബു സഅദാത്ത് അഹ്മദ് കോയ ശാലിയാത്തി, അതുപോലെ തന്നെ ഖുതുബി മുഹമ്മദ് മുസ്ലിയാർ. അല്ലാഹു അവിടുത്തെ ബർക്കത്ത് കൊണ്ട് നമ്മളെ വിജയിപ്പിക്കുമാറാകട്ടെ. വലിയ വലിയ മല പോലെയുള്ള ആലിമീങ്ങൾ. അതുകൊണ്ടാണ് മുജാഹിദ് ബാലുശ്ശേരി, സക്കരിയ സലാഹി എല്ലാ മുജാഹിദുകളോടും പറയുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ അന്നാ സ്ട്രോങ്ങിൽ നിന്നത് അല്ലേ. ഞങ്ങളെ മുശ്രിക്കാക്കിയ സമുദായത്തെ ഭിന്നിപ്പിച്ച നിങ്ങൾക്ക് മാപ്പില്ല എന്ന് ഞങ്ങളെ പണ്ഡിതന്മാർ തീരുമാനമെടുത്തത്. അതിന്റെ ഫലവും ഇന്ന് അവരനുഭവിച്ചു.